സജി മഞ്ഞക്കടമ്പലിന് താങ്കൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? അല്ല, ഞാൻ സജി മഞ്ഞക്കടമ്പലിനെ ഒന്നും ഉപദേശിക്കാൻ മാത്രം യോഗ്യനല്ല. നമ്മളൊരു പാവമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, സജി മഞ്ഞക്കടമ്പൻ ഇപ്പം രാഷ്ട്രീയം മാറി ഇപ്പം രാജിവെച്ചതുകൊണ്ട് ഏതെങ്കിലും ജോസഫ് ഗ്രൂപ്പ് ഇവിടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു ന്യായമുണ്ട്. സജി മഞ്ഞക്കടമ്പൽ ഈ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടി ഈ പാർട്ടിയും കൊണ്ട് നടന്നിട്ട് ആ മനുഷ്യനെ അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കേണ്ടതായിരുന്നു. എൻ്റെ അഭിപ്രായം അതാണ്. ഞാൻ നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയാമല്ല. എനിക്കിപ്പോൾ മഞ്ഞക്കടമ്പൻ എവിടെ പോയി എനിക്കെന്താ നഷ്ടം? എനിക്ക് ലാഭമില്ല നഷ്ടമില്ലാത്ത കാര്യമാണ്. എന്തൊരു മര്യാദയാണ്. നികേഷ് ഒന്ന് ആലോചിച്ച്, അയാളെ ജില്ലാ പ്രസിഡൻ്റായിട്ട് വെച്ചിരിക്കുന്നു, ജില്ലാ ചെയർമാനാകുന്നു, അല്ലെങ്കിൽ കൺവീനറാകുന്നു. അയാൾ കളക്ടറേറ്റ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുമ്പോൾ അത് നോക്കി നിൽക്കാൻ കളക്ടറേറ്റിൻ്റെ ജനക്കൂട്ടത്തിനടുത്ത് നിൽക്കാനുള്ള വിധിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞ് അപമാനകരമാണ്. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. തിരുവഞ്ചൂരിന് ആ ബോധമുള്ളതുകൊണ്ടാണ് തിരുവഞ്ചൂർ പോകുന്നില്ലെന്ന് പറഞ്ഞ്. ഇതൊക്കെ ഞാൻ ഈ പാർട്ടി കൊണ്ട് നടന്നാലും എനിക്കറിയാൻ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് പോകാനുള്ള മര്യാദയും മാന്യതയൊക്കെ എല്ലാവരും കാണിക്കണം. പിന്നെ മഞ്ഞക്കടമ്പൻ പറഞ്ഞ മോൺസിനെ പറ്റി പറഞ്ഞ മുഴുവൻ ശരിയാണെന്ന് എനിക്ക് തോന്നലില്ല. കാരണം എന്ന് വെച്ചാൽ മോൺസിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി എനിക്ക് നല്ലോണം അറിയാമല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മഞ്ഞക്കടമ്പനെ ആ നോമിനേഷൻ കൊടുത്തപ്പം കൂട്ടത്തിൽ കൊണ്ടുപോയില്ല എന്നുള്ള ഏക കാരണമാണ് മഞ്ഞക്കടമ്പൻ ഇപ്പോൾ രാജിവെക്കാനുണ്ടായ കാരണം. എനിക്ക് നല്ലോണം അറിയാം. കാരണം വേറെ ആളോട് മഞ്ഞക്കടമ്പൻ ഫോണിൽ പറയുമ്പോൾ ഞാനത് കേട്ടോണ്ടിരിക്കുക, എന്താ രാജിവെച്ച കാര്യം പറയുമ്പോൾ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് ആ വേദന ഉണ്ടായതുകൊണ്ട് രാജിവെച്ചാണ്. ആ വേദന പരിഹരിക്കേണ്ടതായിരുന്നു എൻ്റെ അഭിപ്രായം. പിന്നെ കേരള സംസ്കാരമേ ശരിയല്ല എൻ്റെ എന്ന് ശേഷം ഞാൻ എത്ര കൊല്ലമായിട്ട് പറയുന്നു. എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്തിനാ, മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസിനും കൂടെ രാജിവെക്കണം. എന്നെ കണ്ടുപിടിക്കേ, എന്തൊരു മനസ്സമാനുണ്ടെന്നറിയോ. കേരള കോൺഗ്രസ് പറഞ്ഞ് ജാരസന്തതിയാണ്. ആ വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ അറിയാം, അത് പറയരുതാത്ത. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല മിസ്റ്റർ നികേഷ്. 1965 എന്തിനുണ്ടായേ? പി ടി ചാക്കോ എന്ന് പറയുന്നത് വലിയൊരു മനുഷ്യൻ. അദ്ദേഹം ശങ്കർ മന്ത്രിസഭയിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ശങ്കർ നോക്കിയപ്പോൾ ആരെ മന്ത്രിയാക്കണ്ടേ? റോമൻ കത്തോലിക്കായ പി ടി ചാക്കോ രാജിവെച്ചപ്പോൾ ശങ്കർ ഏറ്റവും മാന്യമായി, അന്ന് നിയമസഭയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് അറിയപ്പെടുന്നത് തൊമ്മയ്യർ, ഈശ്വരയ്യരും തൊമ്മയ്യരും, നിയമപണ്ഡിതൻ എന്ന നിലയിൽ ടി എ തൊമ്മനെ പിടിച്ച് മന്ത്രിയാക്കി. തെറ്റാണോ അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്തല്ലേ ശരി. അപ്പോൾ കെ എം ജോർജ് എന്ന് പറയുന്ന ആൾ ദീപികയിലെ ഒരു ക്ലർക്കാണ് കെ എം ജോർജ്. ആ കെ എം ജോർജിനെ മന്ത്രിയാക്കണമെന്ന് ദീപികയ്ക്ക് ആഗ്രഹം നടന്നില്ല. അതിന് ദീപികയും പിന്നെ കുറേ മുതലാളിമാരാണ് കൂടി ഒരു കേരള കോൺഗ്രസ് ഉണ്ടാക്കി. അങ്ങനെയല്ലേ കേരള കോൺഗ്രസ് ഉണ്ടായി. ഒന്നാലോചിച്ച മന്നത്തപ്പൻ ആരാ? മന്നത്തപ്പനെ ചരിത്രത്തിലേക്ക് പോകാതെ കേരളത്തില് മധ്യ കേരളത്തിൽ ഇപ്പോൾ കോട്ടയം ലോക്സഭ ഇതോടെ പറയാം അത് പറയാം ഒറ്റ വാക്കൂടെ. മന്നത്തപ്പൻ കേരള കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന് കേരള കോൺഗ്രസ് പേര് കൊടുത്ത മന്നത്തപ്പന. 3-ാമത്തെ മാസം മന്നത്തപ്പൻ പറഞ്ഞു ഇത് പിരിച്ചുവിടാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ക്ലിയർ ആയില്ലേ? അതുകൊണ്ട് ഈ സാധനം പിരിച്ചുകൊണ്ട് വെക്കാൻ ഇത് പാർട്ടിയായിട്ട് കൊണ്ടുനടക്കാൻ കൊള്ളില്ല. പിന്നെ വേറൊരു കാര്യം, കോട്ടയം തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വലിയ തർക്കമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഈ മഞ്ഞക്കടമ്പൻ്റെ രാഷ്ട്രീയം രാജി കൊണ്ട് ആർക്കും ലാഭമോ നഷ്ടമോ വോട്ട് കൂടുതലോ ഒന്നും ഉണ്ടാകില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ സംഭവിക്കാമെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ കോട്ടയം പാർലമെൻറ്റ് എന്നിവിടുത്തെ 5 ലക്ഷം ഈഴവ വോട്ടുണ്ട്. 5 ലക്ഷം. ആ സ്വാഭാവികമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈഴവൻ്റെ ഏറ്റവും വലിയ നേതാവാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ തന്നെ അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി വൈസ് ചെയർമാനാണ് SNDPയുടെ നമ്മുടെ തുഷാർ എന്ന സ്ഥാനാർത്ഥി. തുഷാർ അതുപോലെ തന്നെ BJPയുടെ സഹകക്ഷി എന്ന നിലയിൽ അദ്ദേഹം BDJSൻ്റെ ചെയർമാൻ കൂടാണ്. സ്വാഭാവികമായിട്ട് 5 ലക്ഷം ഈഴവരുണ്ട്. എന്ത് കാണിച്ചാലും ഒരു 4 ലക്ഷം വോട്ടെങ്കിലും മിനിമം, 5 ലക്ഷം ഈഴവരിൽ 4 ലക്ഷം വോട്ടെങ്കിലും വെള്ളാപ്പള്ളിയുടെ മകന് കിട്ടണ്ടേ? അങ്ങനെയാണ് ഇലക്ഷൻ പ്രവചിക്കേണ്ടിപ്പോൾ. അതിനെ കളിയാക്കുന്ന കാര്യം പറയുമ്പോൾ ഇതാ നികേഷിൻ്റെ കുഴപ്പം. ഞാൻ കാര്യം പറയുമ്പോൾ എന്താ കളിയാക്കാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുമ്പോൾ ഒരു സംഭവം തുറന്നു പറയാം. ഈ ഇലക്ഷൻ വന്ന് തുടങ്ങിക്കഴിഞ്ഞ് ഫ്രാൻസിസ് ജോർജ് അയാളുടെ തലയിലാണ്ട് ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? മാണിയും CPM കൊണ്ട് കള്ള നോമിനേഷൻ കൊടുത്തു ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞു. കളക്ടർ വളരെ നിഷ്പക്ഷമായി അന്വേഷിച്ച് കള്ളയൊപ്പാണെന്ന് കണ്ടുപിടിച്ച് രണ്ടിനെ തട്ടി. അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. മനസ്സിലായില്ലേ?
അപ്പോൾ പി സി ജോർജിന്റെ അഭിപ്രായത്തിൽ ഫ്രാൻസിസ് ജോർജ് ആണ് ജയിക്കാൻ പോകുന്നത് കോട്ടയത്ത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ തുഷാർ ജയിക്കണം. കാരണം 5 ലക്ഷം ഈഴവൻ്റെ വോട്ടുണ്ട്. ഈഴവൻ്റെ ഉസ്താദ് എന്ന നിലയിൽ ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങി, അച്ഛനും മകനും ഉണ്ട്, ഇറങ്ങിയ സാഹചര്യത്തിൽ 5 ലക്ഷത്തിൽ ഒരു 4-4.5 ലക്ഷം വോട്ട് മേടിച്ചാൽ അവർ ജയിക്കും. പിന്നെ BJP വോട്ട് കിട്ടിയ എങ്ങനെ തോക്കുന്നത്? കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എടുത്താൽ അവിടെ LDF ഒരു മുൻതൂക്കമുണ്ട്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ആണ് ജയിക്കുന്നതെങ്കിൽ ഈ പഴയ ജോസഫ് ഗ്രൂപ്പിനൊന്നും ജീവൻ വെക്കില്ലേ, അല്ലെങ്കിൽ പിന്നെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥയിലേക്ക് പോവില്ലേ? അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമല്ലേ പി.സി. ജോർജ്, കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം? അപ്പോഴാണ് സജി മഞ്ഞക്കടമ്പൻ ചാടുന്നത്. നികേഷിന്റെ തോന്നലാണ്. ഞാൻ ഈ കേരള കോൺഗ്രസിൽ എത്ര കൊല്ലം നടന്നവനെ, ഞാൻ എത്ര കൊല്ലം നടന്ന കേട്ടോ നികേഷേ? അവിടെ എന്താണ് ചാഴികാടന് കുഴപ്പമെന്നറിയാവും? ചാഴികാടനെ പോലെ പാവവും ശുദ്ധനുമായ ഒരു സ്ഥാനാർത്ഥിയില്ല. ഏതവൻ വിളിച്ചാലും സ്തുതിയിൽ നിന്ന് മനുഷ്യനാണ്. പക്ഷേ അയാൾക്ക് പറ്റിയ കുഴപ്പം എന്താ? പിണറായി എന്ന് പറയുന്ന ദാഷ്ടിക്കാരന് മുമ്പിൽ അയാൾ ചീത്ത വിളിച്ചപ്പോൾ കൈകൂപ്പി നിന്നു എന്നുള്ള ഏക തെറ്റാണ് കോട്ടയത്തെ ജനങ്ങൾ മുഴുവൻ ചാഴികാടനെതിരായത്. ചാഴികാടനെ അറിയാമല്ലോ, ഞാൻ ചാഴികാടനെ ആളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ആ ഒരൊറ്റ സ്തുതിയിൽ ചെയ്യില്ലായിരുന്നു ചാഴികാടനും വീണ്ടും MP ആയതിന്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജിന് ജനങ്ങളുടെ പിന്തുണ കൊടുത്തു. കാരണം എന്താ? ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയല്ലോ. ഫ്രാൻസിസ് ജോർജിൻ്റെ സ്വഭാവവിശേഷത്തെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഓരോരുത്തരുടെ സമയം, ഓരോ ഇലക്ഷൻ സമയം വലുതാണ്. ചാഴികാടൻ അതിനകത്ത് തന്നെ ഔട്ടായി. പിന്നെ പാലാ നിയോജകം കൊണ്ട് വന്ന ജോസ് കെ മാണിക്കെതിരായിട്ട് ജനം വോട്ട് ചെയ്യുള്ളൂ. പാലായി ജോസ് കെ മാണിയാണ് ഈ ചാഴികാടനെ കൊണ്ട് പാലായിലേക്ക് ചെല്ലുന്നത്. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? Debate with MV Nikesh Kumar.